നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ലെവലുകളിൽ നിഫ്റ്റി 25734, 25811, 25913 ഈ മൂന്ന് ലെവലുകളിലൂടെയും പ്രൈസ് കടന്നു പോയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് എവിടെയൊക്കെ ട്രേഡ് എടുക്കാൻ സാധിക്കുമെന്നുള്ളത് മാർക്കറ്റിൽ ലൈവായിട്ടിരുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ നല്ല ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇന്ന് നിഫ്റ്റിയിൽ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും എല്ലാറ്റിലും ലഭിച്ചിരുന്നു. ഞാൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മാത്രം ഒന്ന് പരാമർശിക്കുന്നു എന്ന് മാത്രം. ബാങ്ക് നിഫ്റ്റിയിൽ 58,861, 59,089, 59,402 ഈ മൂന്ന് ലെവലുകളിലും കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ബാങ്ക് നിഫ്റ്റിയിലും ലഭ്യമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും മിഡ് ക്യാപ്പിലെല്ലാം ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ, ആർക്കും എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഡിസ്ക്ലെയിമറാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ പരാമർശിക്കുന്ന വിഷയങ്ങളിൽ ആരെങ്കിലും ട്രേഡുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ റെസ്പോൺസിബിലിറ്റി മാത്രമായിരിക്കും. അങ്ങനെ എടുക്കുന്ന ട്രേഡുകൾക്ക് എനിക്കൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നൽകുന്ന ലെവലുകളെല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് പഠിക്കാനായിട്ട്, അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷൻസ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാളെ 12/12/25 നിഫ്റ്റിയുടെ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ 25,585, 25,721, 25,834, 25,912, 25,994, 26,074, 26,231. ഈ വീഡിയോ കാണുന്നവർക്ക് ഈ ലെവലുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഓപ്ഷൻ ബൈങ്ങിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഇൻട്രാഡേയിൽ താല്പര്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഒപ്പം തന്നെ എല്ലാ വീഡിയോസും മുഴുവൻ കാണാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബാങ്ക് നിഫ്റ്റി 58,229, 58,670, 58,823, 59,145, 59,374, 59,593, 59,827, 59,977, 60,305. തീർച്ചയായും ഇത്രയും ലെവലുകളിൽ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് കൃത്യമായിട്ട് എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. സാധ്യമായ ലെവലുകൾ ഏതാണെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല, നമ്മൾ തലേ ദിവസമാണ് ഈ ലെവലുകൾ തരുന്നത്. അന്ന് രാത്രി പിറ്റേ ദിവസം കാലത്തൊക്കെ എന്തൊക്കെ തരത്തിലുള്ള കമൻറ്റുകൾ ആഗോള നേതാക്കന്മാരിൽ നിന്ന് വരാം, എന്തൊക്കെ ഡീലുകൾ സംഭവിക്കാമെന്നൊന്നും ആർക്കും മുൻകൂട്ടി പറയാനോ പ്രവചിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സെൻറ്റിമെൻറ്റ്സിൽ നിന്ന് നേരെ ഒരു റിവേഴ്സ് സെൻറ്റിമെൻറ്റ്സിലേക്ക് ഒരുപക്ഷെ നാളെയൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. നാളെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് സാധ്യമായ മുകളിലേക്കും താഴേക്കുമുള്ള ലെവലുകൾ നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. സെൻസെക്സ് 84,251, 84,611, 84,876, 85,160, 85,431, 85,562, 85,965. മിഡ് ക്യാപ്പ് 13,560, 13,653, 13,714, 13,772, 13,833, 13,869, 13,953. തീർച്ചയായും ഈ ലെവലുകളിൽ ലൈവ് മാർക്കറ്റിൽ പ്രൈസ് മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുക. ഈ ലെവലുകൾ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യപ്പെടാം എന്നുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. തീർച്ചയായും അവിടെയൊക്കെ നടക്കുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചുകൊണ്ട് ഇൻട്രാഡേയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓപ്ഷൻ ബൈയിങ്ങിലോ
ഈവൻ ഓപ്ഷൻ സെല്ലിങ്ങിൽ താല്പര്യമുള്ളവർക്ക് പോലും ഈ ലെവലുകളൊക്കെ ഗുണം ചെയ്യും. തീർച്ചയായും ഈ ലെവലുകളെ ഉപയോഗപ്പെടുത്തുക. പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു ഡേ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. താങ്ക് യു ആൾ. താങ്ക് യു വെരി മച്ച്.